നമ്മുടെ പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷനിലെ 4-ാമത്തെ സ്റ്റാൻഡേർഡ് നമ്മൾ മറ്റ് AAC-യിൽ COP-യിൽ ഒക്കെ കണ്ട ഒരു കാര്യമാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് പേഷ്യൻറ്റിൻ്റെ റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ്റെ പാർട്ടാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ വരുന്നത്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊരു തനി സ്റ്റാൻഡേർഡ് ഇവിടെ പറയുന്നത് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ 3 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 2 കമ്മിറ്റ്മെൻറ്റും, അത് 5 നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ്. അത്രയും വ്യക്തത നമുക്ക് ഈ കാര്യത്തിൽ വേണമെന്നതുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പേഷ്യൻ്റ് ഓർ ഫാമിലി എബൌട്ട് ദെയർ കെയർ. അവരുടെ ചികിത്സ, കെയർ, ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ അത് ഒരു ട്രീറ്റ്മെൻറ്റ് സീരിയസ് ആകുന്ന കേസുകളിലെല്ലാം തന്നെ ആ ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങണമെന്നും, അങ്ങനെ വാങ്ങുന്നതിനുള്ള സിറ്റുവേഷൻസ് എവിടെയൊക്കെയാണ് വേണ്ടുന്ന ഓർഗനൈസേഷനിൽ കൃത്യമായൊരു ഡോക്യുമെൻറ്റഡ് പ്ലാൻ ഉണ്ടാവണമെന്നും, അത് നിയമപരമായ ബാധ്യതകളെ സ്വാധീകരിക്കുന്നതായിരിക്കണമെന്നതും, അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ടായിരിക്കണം എന്നതിനൊക്കെ നിയമപരമായ നിഷ്കർഷകളുണ്ട്, അത് നമ്മൾ പാലിക്കണമെന്നും, ആ ഇൻഫോംഡ് കൺസേണിനകത്ത് കൊടുക്കാൻ പോകുന്ന പ്രൊസീജിയർ, ട്രീറ്റ്മെൻറ്റിൻ്റെ റിസ്ക്, ബെനിഫിറ്റ്, ആൾട്ടർനേറ്റീവ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണമെന്നും, അതവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലായിരിക്കണം. അത് ഏത് ഡോക്ടറാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നതെന്ന് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഏതെങ്കിലും കാരണവശാൽ പേഷ്യൻ്റ് ആ സാഹചര്യത്തിലല്ല എങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇത് കൺസേൺ തരേണ്ടത് ഏത് സാഹചര്യമാണെന്ന് നമ്മൾ കൃത്യമായും നമുക്കൊരു പ്ലാൻ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ഏത് സാഹചര്യത്തിലാണ് ഒരു ബന്ധു അല്ലെങ്കിൽ പേഷ്യൻ്റ് കൺസേൺ തരേണ്ടത്. ഈ കൺസേൺ വാങ്ങേണ്ടത് ആരാണ്? നമ്മൾ പല സ്റ്റാൻഡേർഡിൽ ഇത് കണ്ടതാണ്. ട്രീറ്റിംഗ് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് കൺസേൺ വാങ്ങുക. സോ PRE4 4-ാമത്തെ സ്റ്റാൻഡേർഡ് ഇൻഫോംഡ് കൺസേൺ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പേഷ്യൻ്റ് ഓർ ഫാമിലി എബൌട്ട് ദ കെയർ. 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, 5ഉം നമുക്ക് അത്യാവശ്യമുള്ളതാണ്. 3 കോറും 2 കമ്മിറ്റ്മെൻറ്റും നമുക്ക് വിശദമായിട്ട് നോക്കാം.